നമുക്കിനി ക്യാരറ്റ്, മത്തൻ, ഈ വെളുത്തുള്ളി എല്ലാം കൂടി കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ വേവാൻ ആവശ്യമായ വെള്ളം കുറച്ച് ചേർക്കാൻ, അതായത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നു. ഉപ്പ് നമുക്ക് അവസാനം വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. നമ്മൾ മത്തൻ, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയിലേക്ക് മാറ്റാം. നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഒരു 4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്, മല്ലിയില, ഗാർലിക്ക്, ഇത് മത്തൻ്റെ കുരു, ഇഞ്ചി, പച്ചമുളക്, ഇത് ചെറുള്ളിയുടെ നീര്, ചെറുള്ളി നാരങ്ങയുടെ തൊലി ചെത്തിയെടുത്തത്. അപ്പോൾ നമ്മൾ ഒരു പാത്രം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിക്കണം. ഇത് ഒലീവ് ഓയിലാണ്, വെളിച്ചെണ്ണ അല്ല. ഇതിലേക്ക് ഞാൻ ഈ തരിതരിയായി മുറിച്ച വെളുത്തുള്ളി ഇടുന്നുണ്ട്, ഇഞ്ചി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി കൂടെ ചേർത്തെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചെറിയ ഉള്ളിയും കൂടെ ചേർത്തെടുക്കും. ഇതിലേക്ക് ഞാൻ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഇതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ചെറുള്ളി നാരങ്ങയുടെ തൊലി ചെത്തിയെടുത്തത്, ഇത് ചെറുള്ളി നാരങ്ങ, ഒരു കുറച്ച് ചെറുള്ളി നാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയില. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ മിക്സി കഴുകിയ വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നത്, അതുകൊണ്ട് ഇപ്പം കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോൾ നമ്മൾ ഒരു പാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടായി കഴിഞ്ഞാൽ ഈ മത്തൻ്റെ കുരുവില്ലേ, ചെരങ്ങക്കുരു, ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ചെറിയ തീയിലേ വെച്ചിട്ട് കേട്ടോ, ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വറുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം അറിയുന്നത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സൂപ്പ് റെഡി. മതി.